അവസാനഘട്ട വോട്ടെടുപ്പായ ഏഴാം ഘട്ടം കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. ജൂൺ 1 ഏഴാം ഘട്ട പോളിംഗ് നടക്കുന്നത്. അന്നുതന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നു. മദ്യനയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരിച്ചെത്തേണ്ടതിന് തലേന്നാണിത്. തിരഞ്ഞെടുപ്പിലെ പ്രകടനം, സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. 6 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിന് പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലെ 9 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 1 ആരംഭിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുഖാമുഖം മത്സരിക്കുന്ന ഇവിടെ ജൂൺ 1 ഒറ്റഘട്ടമായി 13 മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. അതേസമയം ഇന്ത്യ സഖ്യം നിർണായക യോഗമാണ് ജൂൺ 1 ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് യോഗം ചേരുന്നത്. ഡൽഹിയിലാണ് യോഗം നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നേതൃത്വം നൽകുന്നത്. അന്ന് നടക്കുന്ന യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസുമായുള്ള എതിർപ്പാണോ മമത പങ്കെടുക്കാത്തതിന് കാരണമെന്ന അഭ്യൂഹങ്ങളും സജീവമായിരിക്കുകയാണ്. ബംഗാളിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് തൃണമൂൽ പ്രതിനിധിയായി മമത പങ്കെടുക്കാതെയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, റേമൽ ചുഴലിക്കാറ്റും ബംഗാളിൽ വൻ നാശം വിതയ്ക്കുന്നുണ്ട്. 4 പേർ ഇതിനോടകം മരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാവില്ല എന്ന് മമത വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ സഖ്യം നേരത്തെ ജൂൺ 1 യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നു. തനിക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പങ്കെടുക്കാനാവില്ല എന്നും അവരെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരു വശത്തും മറുവശത്ത് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നാണ് ഈ വിഷയത്തോട് മമത പ്രതികരിച്ചത്. ജനങ്ങൾക്ക് സാധ്യമായ സഹായങ്ങൾ നൽകുക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് താൻ മുൻഗണന നൽകുന്ന കാര്യം. ഇവിടെ താനൊരു യോഗം ചേരുന്നുണ്ട്. ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാധിക്കപ്പെട്ടവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും മമത കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ജനുവരിയിൽ പുറത്തുപോയ മമത പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. താൻ പിന്തുണയ്ക്കുന്ന മുന്നണിയിൽ ബംഗാൾ കോൺഗ്രസോ CPM ഇല്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസുമായോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുമായോ ബംഗാളിൽ സഖ്യമില്ല. കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടിയാണ് കോൺഗ്രസ് യോഗം വിളിച്ചിരിക്കുന്നത്. വോട്ടിംഗ് ഫലം പുറത്തു വരുമ്പോൾ 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. 6 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിന് പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഈ ആത്മവിശ്വാസത്തിലാണ് തുടർന്നുള്ള നീക്കങ്ങളും. നരേന്ദ്രമോദിക്ക് വീണ്ടും ഒരു 3ാം ഊഴം ലഭിക്കില്ല എന്നും അവർ കരുതുന്നുണ്ടെങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന 3 പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ ഇന്ത്യ സഖ്യം നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനകൾ പുറത്തുവന്നിരുന്നു. ഒഡീഷയിലെ BJD, ആന്ധ്രയിലെ YSRCP, തെലങ്കാനയിലെ BRS എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച നടന്നത്. ജൂൺ 4 ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് BJD പ്രതികരിച്ചത്. കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും പൊതുവെ അവരുമായി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് BJDയുടേത്. എന്നാൽ ഇത്തവണ BJD അകൽച്ച വളരെ പ്രകടമായതാണ്. DMK, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളുടെ നേതാക്കളാണ് 3 പാർട്ടിയുടെയും നേതൃത്വവുമായി ചർച്ച നടത്തിയത്. ഇനി ഒരുപക്ഷെ ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളിൽ പ്രതിപക്ഷം വേഗത്തിലാക്കും. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ജൂൺ 1 യോഗത്തിൽ ചർച്ച ചെയ്യും. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജൂൺ 2 തിഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന അപേക്ഷ എന്നാൽ സുപ്രീം കോടതി തള്ളി. ആരോഗ്യകരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത്. കേജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗത്തിന്റെ തീയതി തീരുമാനിച്ചത്. കൂടാതെ ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണമെന്നത് കൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. BJPയെ പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പാർട്ടിക്ക് ഒറ്റയ്ക്ക് 80 മുതൽ 120 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. BJD, BRS, YSRCP എന്നിവർ സഖ്യത്തിന്റെ ഭാഗം ആകുമോ എന്ന് ഉറപ്പിക്കാൻ ആയിട്ടില്ല.
തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയതിനു ശേഷം മാത്രമാണ് ഇവരുടെ തീരുമാനം. ഇവരെ കൂടെ നിർത്താൻ BJPയും ശ്രമങ്ങൾ നടത്താൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്ത്യ സഖ്യം വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കാനായി എല്ലാം ഒരുക്കങ്ങളിലുമാണ്. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളെയും MPമാരെയും BJP ലക്ഷ്യമിടുമെന്ന ആശങ്കയും പ്രതിപക്ഷ ക്യാമ്പിനുണ്ട്. ഈ സാഹചര്യത്തിൽ ഫലം വന്നതിന് ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും MPമാരെയും ഒന്നിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ 2004-ൽ UPA കാലഘട്ടത്തിലേതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടെത്തുമെന്നും കോൺഗ്രസ് പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനോട് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അധികാരം ലഭിക്കുന്ന സാഹചര്യം വന്നാൽ അത് ഉറപ്പിക്കാൻ നിലവിൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത തൃണമൂലിന്റെ പിന്തുണയും പ്രതിപക്ഷ നിരയ്ക്ക് തേടേണ്ടി വരും. രാഹുൽ പ്രധാനമന്ത്രിയാകുന്നതിനോട് യോജിപ്പില്ലാത്തയാളാണ് തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി. അധികാരം ലഭിച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് മുൻപ് സഖ്യത്തിന്റെ ഭാഗമായിരുന്ന വേളയിൽ മമത നിലപാടെടുത്തിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ന് വരാനിരിക്കെയാണ് 2 ദിവസം മുൻപേ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോഴേക്കും എക്സിറ്റ് ഫലമടക്കം പുറത്തു വന്നിട്ടുമുണ്ടാകും. ജൂൺ 3-ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ പ്രത്യേക യോഗം DMKയും ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 6ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപവത്കരിക്കുമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുന്നണി യോഗം വിളിച്ചു ചേർത്തത്. ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കില്ല എന്നത് കോൺഗ്രസുമായുള്ള എതിർപ്പാണോ, ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണിട്ടുണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങളും സജീവമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും BJPയെ അട്ടിമറിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്ന ആധികാരിക പ്രവചനങ്ങൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നടത്തുന്നില്ല. വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ BJP 370 സീറ്റുകൾ എന്ന അത്ഭുത നേട്ടം കൊയ്യുമെന്നും പ്രവചനങ്ങളില്ല. അതേസമയം 2019-ലെ സീറ്റെണ്ണം നിലനിർത്തി BJP അധികാരത്തിൽ തുടരുമെന്നാണ് പ്രശാന്ത് കിഷോറും പ്രദീപ് ഗുപ്തയും വിലയിരുത്തുന്നത്.